പാകിസ്ഥാൻ പിച്ചച്ചട്ടി എടുത്തു എന്ന് വെറുതെ പറഞ്ഞതല്ല കേരളത്തിലെ പാക് സ്നേഹികളെ. ഒരുപക്ഷെ പാകിസ്ഥാനിൽ നമ്മൾ നോക്കിയാൽ അവിടെ ഇന്ത്യൻ വിരോധികൾ ആകും മുഴുവൻ. പക്ഷേ ഇന്ത്യയിൽ നമ്മൾ നോക്കിയാൽ പാകിസ്ഥാൻ സ്നേഹികളായിരിക്കും കൂടുതൽ. പാകിസ്ഥാനെ തൊട്ടാൽ ഇന്ത്യ ഉണ്ടാകില്ല എന്ന് ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് തന്നെ പറയും ചിലർ. അത്രമാത്രം ചില പാക് സ്നേഹികൾ ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ. എന്തായാലും പാകിസ്ഥാനെ വല്ലാണ്ട് പിച്ചച്ചട്ടി എടുപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ എന്നുള്ളതാണ്. പാകിസ്ഥാനിൽ വിലക്കയറ്റം അങ്ങേ അറ്റമായി ജനങ്ങൾ തെരുവിലിറങ്ങി ചായ കുടിമുട്ടി എന്നാണ് കേൾക്കുന്നത്. കാരണം തേയിലയില്ല, പഞ്ചസാരയില്ല, അവശ്യ വസ്തുക്കളില്ല. ചെക്ക് പോസ്റ്റ് ഇന്ത്യ അടച്ചതോടുകൂടി ഇവിടെ നിന്ന് സാധനങ്ങൾ കയറ്റുമതി ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ മൊത്തത്തിൽ 3G അടിച്ച് ഇരിക്കുകയാണ്. എന്തായാലും ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ പാകിസ്ഥാൻ സ്നേഹികൾ ആരെങ്കിലും ഉണ്ട് എങ്കിൽ പാകിസ്ഥാനെ രക്ഷിക്കണം. പാകിസ്ഥാൻ നമ്മുടെ ചങ്കിലെ നിറകുടമായി ഇങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ ഇല്ലാതെ ഞങ്ങൾക്ക് പറ്റില്ല എന്നൊക്കെ ചിന്തിച്ച് വീർപ്പ് മുട്ടുന്നവരോടാണ് വേണമെങ്കിൽ പാകിസ്ഥാനിലേക്ക് പോകൂ. ഇപ്പൊ ബെസ്റ്റ് സമയമാണ് അവിടെ ചെല്ലാൻ പറ്റുന്ന. ഇന്ത്യ എപ്പോൾ കയറി അടിച്ച് അത് ഇന്ത്യയിലേക്ക് എടുക്കുമെന്നറിയില്ല. അതുകൊണ്ട് പോകണമെങ്കിൽ ഇപ്പം തന്നെ പൊക്കോളൂ, നല്ല സമയവും കൂടിയാണ്. ഈ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ അട്ടാരി ചെക്ക് പോസ്റ്റ് അടക്കുകയും യുദ്ധഭീതിയിൽ പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിച്ചതുമെല്ലാം പാകിസ്ഥാനിൽ കനത്ത വിലക്കയറ്റത്തിന് ഇടയാക്കുന്നുണ്ട്. ആട്ട, പഞ്ചസാര, ചെറുനാരങ്ങ, നെയ്, തേൻ എന്നിവ ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയരുകയാണ്. കരുതൽ ധന നിക്ഷേപം ഇടിഞ്ഞത് നേരത്തെ തന്നെ പാകിസ്ഥാനെ പാപ്പരാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ യുദ്ധഭീതി കൂനിന്മേൽ കുരു എന്ന പോലെ സാഹചര്യം വഷളാക്കിയിട്ടുണ്ട്. ഭീകരാക്രമണത്തെ തുടർന്നുണ്ടായ നയതന്ത്ര തകർച്ച ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വ്യാപാരത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പ്രതികാര നടപടികളുടെ ഭാഗമായി ഇന്ത്യ സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ പൗരന്മാരെ പുറത്താക്കി അതിർത്തി അടച്ചു. ഇത് ഭക്ഷ്യവസ്തുക്കൾ, മരുന്നുകൾ, കാർഷികോൽപ്പന്നങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള അവശ്യ വസ്തുക്കളുടെ വിതരണത്തിൽ തടസ്സങ്ങൾക്ക് കാരണമായി. ഇവയുടെ വില ഇപ്പോൾ പാകിസ്ഥാനിൽ കുതിച്ചുയരുകയാണ്. വളവും മരുന്നും അടക്കമുള്ള പല സാധനങ്ങളും പാകിസ്ഥാനിൽ വരുന്നത് ഇന്ത്യയിൽ നിന്നാണ്. എല്ലാ വീടുകളിലും ഒരു പ്രധാന ഇനമായ പഞ്ചസാരയ്ക്ക് പാകിസ്ഥാനിൽ നാടകീയമായ വില വർധനവുണ്ടായിട്ടുണ്ട്. ഇന്ത്യയിൽ പഞ്ചസാരയുടെ വില കിലോഗ്രാമിന് 50 രൂപയിൽ താരതമ്യേന സ്ഥിരത പുലർത്തുന്നുണ്ടെങ്കിലും പാകിസ്ഥാനികൾ ഇപ്പോൾ കിലോഗ്രാമിന് 180 രൂപ വരെ നൽകുന്നു. കറാച്ചിയിൽ വില കിലോഗ്രാമിന് 200 രൂപയിലെത്തിയതായ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതേസമയം കൊറ്റ പോലുള്ള ഉൾപ്രദേശങ്ങളിൽ പഞ്ചസാര കിട്ടാനേ ഇല്ല. അവിടെ കരിഞ്ചന്തയിൽ 1 കിലോ പഞ്ചസാരയ്ക്ക് 650 രൂപ കൊടുക്കണം. ഒരു കാലത്ത് പഞ്ചസാരയുടെ ലോക തലസ്ഥാനമായിരുന്നു പാകിസ്ഥാൻ എന്നുകൂടി ഓർക്കണം. കയ്യിലിരിപ്പ് കൊണ്ട് ഇപ്പോ അതൊക്കെ സ്വപ്നങ്ങളിൽ മാത്രമായി മാറിയിരിക്കുന്നു. 1 കിലോ ആട്ടയ്ക്ക് 400 രൂപയാണ്. ചായപ്പൊടി ഇല്ലാതെ ജനം ചായ കുടി അങ്ങോട്ട് നിർത്തി. 9 മണിക്ക് ശേഷം കറണ്ടും ഇല്ല. ഇതാണ് പാകിസ്ഥാനിലെ അവസ്ഥ. ഇപ്പോൾ ചെറുനാരങ്ങയും വില കൂടിയ ഒരു വസ്തുവായി മാറിയിരിക്കുന്നു. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം 250 ഗ്രാം ചെറുനാരങ്ങ ഇപ്പോൾ 234 രൂപയ്ക്കാണ് പാകിസ്ഥാൻ വിൽക്കുന്നത്. തേനിന്റെ വിലയും കുതിച്ചുയർന്നിട്ടുണ്ട്. അതിലും ഒരു കുറവ് വന്നിട്ടില്ല. 500 ഗ്രാമിന് 550 മുതൽ 770 രൂപ വരെ വിലയുണ്ട്. വിലക്കയറ്റം താഴ്ന്ന വരുമാനക്കാരായ കുടുംബാംഗങ്ങളുടെ നട്ടലൊടിച്ചിരിക്കുകയാണ് എന്നാണ് പാക് പത്രങ്ങൾ തന്നെ പറയുന്നത്. പാകിസ്ഥാനിലെ അടുക്കളയിലെ മറ്റൊരു അവശ്യ ഘടകമായ നെയ് നിലവിൽ കിലോഗ്രാമിന് 2895 രൂപ, അത്രയേ ഉള്ളൂ, നിസാര പൈസ രൂപയ്ക്ക് വിൽക്കുന്നുണ്ടെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നെയ് അട്ടാരി ചെക്ക് പോസ്റ്റ് വഴിയാണ് പാകിസ്ഥാനിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. മരുന്നുകളുടെയും വളങ്ങളുടെയും ക്ഷാമം സാമ്പത്തിക ബുദ്ധിമുട്ട് വർദ്ധിപ്പിക്കുന്നു. ഇന്ത്യ അട്ടാരി അതിർത്തി അടച്ചുപൂട്ടിയതും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കോടിക്കണക്കിന് രൂപയുടെ വ്യാപാരം നിർത്തിവെച്ചതുമാണ് വിലക്കയറ്റത്തിന് ആക്കം കൂട്ടിയത്. ഇന്ത്യയിൽ ഒരു കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന പാകിസ്ഥാൻ സ്യൂട്ടുകളുടെ വിപണിയെയും ബാധിച്ചിട്ടുണ്ട്. പഹൽഗാം ആക്രമണത്തെ തുടർന്ന് ഈ വസ്ത്രങ്ങൾക്കുള്ള ആവശ്യം വളരെ കുറഞ്ഞിരിക്കുകയാണെന്ന് ഡോൺ പത്രം പറയുന്നു. നിത്യോപയോഗ സാധനങ്ങൾ,
പാൽ, പെട്രോൾ തുടങ്ങിയ പോലുള്ള നിലവിൽ സാധാരണക്കാർക്ക് അപ്രാപ്യമായി കഴിഞ്ഞെന്നും ആഗോള മാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്യുന്നു. പാകിസ്ഥാനിലെ ഇന്ധന വിലയും കുതിക്കുകയാണ്. ഇപ്പോൾ പെട്രോളിന് ലിറ്ററിന് 252 രൂപയാണ്. കഴിഞ്ഞ വർഷം സർക്കാർ ഇവിടെ പെട്രോൾ വില കുത്തനെ വർദ്ധിപ്പിച്ചതോടെ അത് 300-നടുത്തെത്തിയിരുന്നു. ഡീസലിന് 282 പാകിസ്ഥാൻ രൂപയായി. അവിടെ നിന്ന് കുറഞ്ഞാണ് ഈ നിരക്കിലെത്തിയത്. ഗവൺമെന്റ് ഓരോ 15 ദിവസത്തിലും ഇന്ധന വില അവലോകനം ചെയ്യുകയും ആഗോള എണ്ണവിലയിലെ ഏറ്റക്കുറച്ചിലുകളുടെയും പ്രാദേശിക കറൻസി വിനിമയ നിരക്കിന്റെയും അടിസ്ഥാനത്തിൽ അവ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുകയാണ്. രാജ്യത്ത് സ്വകാര്യ ഗതാഗതത്തിലും ചെറുവാഹനങ്ങൾക്കുമാണ് പെട്രോൾ കൂടുതലായി ഉപയോഗിക്കുന്നത്. ഇതുമൂലം പാകിസ്ഥാനിലെ ഇടത്തരക്കാരെയും താഴ്ന്ന വിഭാഗക്കാരെയും വിലക്കയറ്റം നേരിട്ട് ബാധിക്കും. ഗതാഗതം, ട്രെയിനുകൾ, ട്രക്കുകൾ, ബസ്സുകൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ ഡീസൽ ഉപയോഗിക്കുന്നു. ഗതാഗത ചെലവ് വർദ്ധിക്കുന്നതിനാൽ മറ്റ് സാധനങ്ങളുടെ വിലയും കൂടും. ഇടത്തരക്കാരും താഴ്ന്ന വിഭാഗക്കാരും ഇതിന്റെ ദുരിതം പേറേണ്ടി വരും. പാക് മാധ്യമമായ ദ ഡോൺ റിപ്പോർട്ട് അനുസരിച്ച് 1 ലിറ്റർ പെട്രോളിനും ഡീസലിനും സർക്കാർ 60 രൂപ നികുതി എടുക്കുന്നു. അന്താരാഷ്ട്ര നാണയ നിധിയുമായുള്ള കരാർ പ്രകാരം ഈ സാമ്പത്തിക വർഷം 869 ബില്യൺ രൂപ നികുതി പിരിച്ചെടുക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പാകിസ്ഥാന്റെ GDP 2024-ൽ 2.1% മാത്രമായിരിക്കും. ദുർബലമായ ഒരു സർക്കാർ അധികാരത്തിൽ വന്നാൽ ഈ വളർച്ചാ നിരക്ക് ഇനിയും കുറഞ്ഞേക്കാം. നിലവിൽ $1 മൂല്യം 281 പാകിസ്ഥാൻ രൂപയ്ക്ക് തുല്യമാണ്. അതേസമയം ഇന്ത്യൻ രൂപയെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ മൂല്യമാണ് പാകിസ്ഥാനി രൂപയ്ക്ക്. 0.30 മാത്രമാണ് ഒരു പാകിസ്ഥാനി രൂപയുടെ നിലവിലെ മൂല്യം എന്ന് പറയുന്നത്. പാകിസ്ഥാനിലെ മൊബൈൽ സേവന നിരക്കുകളും അമ്പരപ്പിക്കുന്നതാണ്. ജാസ്, ടെലിനോർ, സോങ്, യൂഫോൺ തുടങ്ങിയ പ്രമുഖ ടെലിഫോൺ ദാതാക്കളാണ് അവിടെ സേവനങ്ങൾ നൽകുന്നത്. ഇതിൽ ജാസ് പ്രതിരോധ പ്ലാനിൽ 30 GB ഡാറ്റയാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. 3000 മിനിറ്റ് കോളിംഗ്, 3000 SMS എന്നിവയ്ക്ക് 800 മുതൽ 1200 പാകിസ്ഥാനി റുപ്പിയാണ് ചിലവ്. ടെലിനോറിന്റെ പ്രതിമാസ പ്ലാനിന് 600 മുതൽ 1000 പാകിസ്ഥാനി റുപ്പിയാണ്. പക്ഷെ ഇവിടെ 25 GB ഡാറ്റ മാത്രമേ കിട്ടൂ. കോളിംഗ് അൺലിമിറ്റഡ് ആണ്. 30 GB ഡാറ്റയും 500-1000 മിനിറ്റ് കോളും ഉൾക്കൊള്ളുന്ന പ്രതിമാസ പ്ലാനിങ്ങിന് 700-ഉം 1200 പാകിസ്ഥാനി രൂപ നൽകണം. യൂഫോണിന്റെ ഡാറ്റയും കോളിംഗും സമതുലിതമായ പാക്കേജിന് പ്രതിമാസം 500 മുതൽ 900 രൂപ വരും. പാകിസ്ഥാനിലെ ശരാശരി പ്രതിമാസ റീചാർജ് ലാഭ് 800 മുതൽ 1200 പാകിസ്ഥാൻ റുപ്പിയാണ്. ഇന്ത്യയിൽ ഇത് 299 രൂപ മുതൽ 350 വരെ നീളും. പക്ഷേ ഇന്ത്യയിലെ പ്ലാനുകൾ 5G ആണ്. കൂടാതെ മിക്കതും അൺലിമിറ്റഡ് കോളിംഗും ഡാറ്റയും വാഗ്ദാനം ചെയ്യുന്നു. പാകിസ്ഥാനിൽ ഇതുവരെ 5G വാണിജ്യമായി അവതരിപ്പിച്ചിട്ടില്ല. ട്രയലുകൾ നടക്കുന്നുണ്ട്, പക്ഷേ ആളുകൾ അത് ഉപയോഗിക്കുമെന്ന് ഇപ്പോഴും അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മൊത്തത്തിൽ പറഞ്ഞ പിച്ചച്ചട്ടി എടുത്ത് കുത്തുവാള എടുത്ത് ഇരിക്കുന്നു എന്ന അർത്ഥം.